തിരിച്ചറിയുന്നു. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സുരേഷ് ഗോപി വരുന്നതിന് മുൻപ്, അതായത് നരേന്ദ്രമോദിജി ഭരണത്തിൽ വരുന്നതിന് മുൻപ് അവിടെ BJP തൃശ്ശൂരിൽ നടന്ന സമയത്തുള്ള ഇലക്ഷനിൽ അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 80% വോട്ടിംഗ് കൂടുതൽ ഉണ്ടായിരുന്നു. പിന്നെ സുരേഷ് ഗോപി വന്നതിന് ശേഷം 180% അദ്ദേഹത്തിന്റെ വോട്ടിംഗ് കൗണ്ട് എണ്ണിയ സമയത്ത് കൂടുതൽ വർധനവ് വന്ന് BJP വോട്ടുകൾ. ഇനി അവിടെ വേണ്ടത് ഏകദേശം 1,00,000-നുള്ളിലുള്ള വോട്ടുകൾ മാത്രമാണ്. അപ്പോൾ സുരേഷ് ഗോപി വന്ന സമയത്ത് തന്നെ 2,00,000-ലധികം വോട്ടുകളാണ് അദ്ദേഹം ഏറെ പിടിച്ചിരുന്നത്. അതിലേക്ക് ഇനി 1,00,000-ലേക്ക് എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് തൃശ്ശൂരിൽ ഇന്ന് ഇത്ര കണ്ട് പ്രചരണം പോകുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പിണറായി വിജയൻ തന്നെ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഇന്നിപ്പോൾ ന്യൂനപക്ഷങ്ങൾ എന്ന രീതിയിൽ മുസ്ലിങ്ങളെ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിവെക്കാം, ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അവരുടെ പൂർണ്ണമായിട്ടുള്ള വോട്ടുകൾ വരാനുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇപ്പൊ പൂഞ്ഞാറിൽ സംഭവിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം പൂഞ്ഞാറിൽ ഒരു പള്ളിയിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് ഇസ്ലാമിക ഭീകരന്മാർ ആ പള്ളിയിലെ അച്ഛനെ ഉപദ്രവിക്കുക മാത്രമല്ല അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി മാത്രം ചെയ്യുക, അതിനുശേഷം ഈ പ്രതികളെ പിടികൂടുന്നതിന് പോലീസ് അലംഭാവം വരുത്തുക, അവരുടെ പേര് വിവരം പുറത്തു വിടാതിരിക്കുക, പിന്നീട് പേര് പുറത്തുവിട്ടു പക്ഷേ അവർക്കാരും രക്ഷിതാക്കളില്ല. സാധാരണ ഒരു പ്രതിയുടെ പേര് പുറത്തുവിടുമ്പോൾ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും എല്ലാ വിവരങ്ങളും എഴുതി പുറത്തുവിടുന്ന പോലീസിന് ഈ പറയുന്ന ഇസ്ലാമിക ഭീകരന്മാരുടെ ആക്രമണത്തിൽ ഈ പ്രതികളുടെ വീട്ടുപേരോ അതല്ലെങ്കിൽ കൃത്യമായിട്ട് രക്ഷിതാക്കളുടെ പേരോ ഇല്ലാതിരിക്കുക, അത്തരത്തിൽ എത്രത്തോളമാണ് ഇസ്ലാമുകളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ക്രൈസ്തവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിൽ സത്യത്തിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ളത് നിസ്സംശയം തന്നെ നമുക്ക് പറയാനാവും. ഇനിയും അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ അത് മറുപടി ഉണ്ടാവുകയുള്ളൂ. ഇതിൽ തന്നെ ഹരിപ്രസാദ് പറയുന്നുണ്ട്, തൃശ്ശൂർ പൊങ്ങില്ല പൊങ്ങില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഗുരുവായൂരപ്പന്റെ സ്വന്തം ആളായിരുന്ന K കരുണാകരനെ വരെ തൃശ്ശൂരുകാർ തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് ചരിത്രമാണ്. തൃശ്ശൂരിന്റെ ആ ചരിത്രത്തിൽ K കരുണാകരന്റെ പേര് അത്ര തങ്ക ലിപികളാൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള പേരാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലും തോൽപ്പിക്കാൻ തൃശ്ശൂരുകാർക്ക് മനക്കട്ടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ TN പ്രതാപൻ എന്ന് പറയുന്ന ഇസ്ലാമിക പ്രീണനം നടത്തുന്ന അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികളുടെ മൂട് താങ്ങി നടക്കുന്ന ഇന്നത്തെ MP അയാൾ എന്ത് ചെയ്തു ആ നാടിന് വേണ്ടി എന്നുള്ളത് നമുക്ക് ചിന്തിക്കുകയേ വേണ്ട. കാരണം അയാൾ ചെയ്തതിന്റെ എത്രയോ ഇരട്ടി സുരേഷ് ഗോപി ഇവിടെ നോമിനേറ്റഡ് MP ആയിട്ട് പോലും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല MP ആവാതെ തന്നെ അദ്ദേഹം ഈ നാട്ടിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾക്ക് സേവ ചെയ്യുന്നു. ആ രീതിയൊക്കെ എടുക്കുമ്പോൾ സുരേഷ് ഗോപി എന്തായാലും ജയിക്കും. അത്ഭുതം സംഭവിച്ചിട്ടില്ലെങ്കിൽ മാത്രം തോൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇസ്ലാമുകളെ പ്രീണിപ്പിക്കുന്ന രീതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ സൗദിയിൽ നിന്നും ഖത്തറിൽ നിന്നും കേൾക്കുന്ന ആ വാർത്ത സത്യത്തിൽ ഇവിടെ ഒരു പ്രചോദനമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇസ്ലാമിക ഭീകരന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ, അതല്ലെങ്കിൽ അഖണ്ഡമായിട്ടുള്ള ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയായി വളരുന്ന ഇവറ്റകളെ മുച്ചൂടം തീർക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നമ്മുടെ യോഗി ആദിത്യനാഥ് വര്യനെയൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് ജീപ്പ് മറയുകയും അതല്ലെങ്കിൽ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജിഹാദികളൊക്കെ വെടിയേറ്റ് മരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ നിയമത്തിന്റെ ന്യൂനതകൾ കൊണ്ട് തന്നെയാണ് അങ്ങനെ അവിടെ സംഭവിക്കുന്നത് അതല്ലെങ്കിൽ സംഭവിപ്പിക്കപ്പെടുന്നത് എന്ന് പറയേണ്ടതുണ്ട്. ഈ നിയമത്തിന്റെ ഉള്ളിലൂടെ ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ തീഹാർ ജയിലിൽ കിടക്കുന്ന ആളുകൾ ഓരോരുത്തരും പുറത്തു വന്നു കഴിഞ്ഞാൽ അതിശയം പ്രകടിപ്പിക്കാനില്ല. ഇവർ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന KT ജലീലിനെ പോലെ മന്ത്രിമാരായി വിലസാനും MLA ജനപ്രതിനിധികളായി നിന്നുകൊണ്ട് നമ്മുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് തന്നെ വീണ്ടും കാഹളം മുഴക്കും എന്നുള്ളത് നിസ്സംശയം തന്നെ പറയണം. ഇല്ലേ ടീച്ചറെ? തീർച്ചയായിട്ടും പറയാം. കാരണം പലപ്പോഴും ബുൾഡോസർ ബാബയോട് വല്ലാത്ത രൂപത്തിൽ ഒരു ഇഷ്ടം തോന്നുകയും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുരോഗതിയിലേക്ക് കുതിക്കുന്ന എങ്ങനെ കിടന്ന UPA ആണ് ഇദ്ദേഹം നവീകരിച്ചതെന്ന് ഓർക്കണം. ഒരു MP-യുടെ ആണ് നിറയൊഴിക്കുന്നത്. ഈ രാജ്യത്തിന്, ഈ നാടിന്, പ്രത്യേകിച്ച് UP എന്റെ അണ്ടറിൽപ്പെട്ട നാടാണ്, ഈ നാടിന്റെ വികസനത്തിനും ഈ നാടിന്റെ നയങ്ങൾക്കും എതിരായി കാക്കിയിട്ടവൻ നിന്നാലും പച്ചയിട്ടവൻ നിന്നാലും കുറിയിട്ടവൻ നിന്നാലും ലോഹയിട്ടവൻ നിന്നാലും എനിക്കെന്റെ നാടും നിയമവും മാത്രമാണ് വലുത് എന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും യോഗി ആദിത്യനാഥിന് കഴിയുന്നതിന് മുമ്പ് ഇവര് എന്തു പറഞ്ഞാലും ഊപ്പിയിലേക്ക് നോക്കെന്ന് പറയുമായിരുന്നു. ഇപ്പം UP കേരളത്തിലേക്ക് നോക്കുന്ന പറയുന്ന കാരണം എന്താ? ചെറുതു മുതൽ വലുതുവരെ സകലമാന കുറ്റകൃത്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം 18 വയസ്സുള്ള ഷാഹിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു ഹോട്ടൽ മുതലാളിയായ സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു 53-കാരനെ കഷ്ണമാക്കി ട്രോളി ബാഗിനകത്താക്കി പാലക്കാട് അട്ടപ്പാടി ചുരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അപ്പോൾ ഇവർക്ക് ഇരയുടെ മതം പ്രധാനമാണ്, വേട്ടക്കാരന്റെ മതം പ്രധാനമാണ്,
വേട്ടക്കാരന്റെ പേരുകൾ പ്രധാനമാണ്. അപ്പോ ഇവര് എന്തും ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. ഇനി എലക്ഷൻ വരട്ടെ, നമ്മൾ വിചാരിക്കും ഏതാണ്ട് പിണറായിയുടെ ഭരണത്തോടെ നമ്മുടെ ആൾക്കാരൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാകുന്നു. ഒരു കോപ്പും പഠിക്കാൻ പോകുന്നില്ല. നമ്മുടെ ആൾക്കാരാ ആ ഇലക്ഷൻ എടുക്കാൻ വരുമ്പോഴേക്കും ഒരു 10 കിലോ അരി എറിഞ്ഞു നോക്കിക്കേ, പിച്ചയെടുക്കുന്നത് പോലെ ഇവര് പോയി അത് വാങ്ങിക്കുകയും ചെയ്യും. അരിവാൾ ചുറ്റികയ്ക്ക് കുത്തിയിട്ട് വന്ന് വീണ്ടും ഇങ്ങനെ വിലപിക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഇത്രയും കാലവും നമ്മുടെ നാട്ടിൽ മാറി മാറി നടന്നിട്ടുള്ളതൊക്കെ. സ്വപ്ന എടുത്ത എഫേർട്ടെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇന്നും സ്വപ്ന പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ കുഴൽനാടൻ ഇത്രമാത്രം ഭീകരതയുടെ നടുവിൽ നിന്നിട്ടാണ് അവർ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്. PC ജോർജ് ആണെങ്കിലും ഷോൺ ജോർജ് ആണെങ്കിലും ഇവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലാണ്. കാരണം 32 52 വെട്ടുവെട്ടാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു പാർട്ടിയെയാണ് ഇവര് പ്രതിരോധിക്കുന്നത്. ഇനി TN പ്രതാപന്റെ പ്രീണന നയം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. മുസ്ലിങ്ങളെ പിടിക്കണമെങ്കിൽ ഇനി വരുന്നത് റമദാനാണ്, നോമ്പാണ്. അപ്പോ അതിലേക്കുകൂടി ഇദ്ദേഹം ഒരു ഡോസ് ഇടുന്നുണ്ട്. കേൾക്കാം. ഞാൻ എന്റെ ബാല്യത്തിൽ എന്റെ കൂട്ടുകാരെല്ലാവരും ഇസ്ലാം മതവിശ്വാസം. സ്കൂളിൽ പഠിക്കുമ്പോഴും എന്റെ കോളേജിൽ പഠിക്കുമ്പോഴും ആത്മസുഹൃത്തുക്കളായ ഇസ്ലാം മതവിശ്വാസികളുടെ കൂടെ വിശുദ്ധ റമദാൻ മാസത്തിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പകലും മുഴുവൻ ഇരിക്കുമ്പോ, കൂട്ടുകാരൻ അന്യപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോ കൂടെ നടക്കുന്നവൻ അന്നപാനീയങ്ങൾ കഴിക്കുന്നത് അയ്യോ ശരിയല്ല എന്ന് എഴുത്തും വായനയും അറിയാത്ത, സ്കൂളിൽ പോയിട്ടില്ലാത്ത വെറും ഒരു യാഥാർത്ഥ്യ കുടുംബത്തിൽ എന്റെ അമ്മയോട് പറഞ്ഞ് എനിക്ക് കഞ്ഞി വേണ്ട എന്ന് പറയാൻ മനസ്സുണ്ടായത് കൊണ്ട് സ്വാഭാവികമായും വിശുദ്ധ ഖുർആൻ എന്താണെന്ന് അറിയാനും സാഹിബ് എന്തറിയാനും പൊതുവിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാനും, ആരെങ്കിലും താടി വെച്ചാൽ അത് തീവ്രവാദിയാണെന്നും ഇന്ന പേരാണെങ്കിൽ അവൻ ഭീകരവാദിയാണെന്നും പറയുന്നത് ശരിയല്ല. എന്നല്ല, ജീവിതത്തിൽ 2 തവണ മാത്രമേ ഞാൻ അതുകൊണ്ട് സമ്പൂർണമായും ദൈവം തമ്പുരാൻ നൽകിയ എന്റെ ഈ മുഖത്ത് കാണുന്ന രോമങ്ങൾ നീക്കം ചെയ്തിട്ടുള്ളൂ എന്നതുകൂടി ഞാൻ ഇദ്ദേഹത്തോടു കൂടി നാടൻ ഭാഷയിൽ പറയാൻ അവസരം ഉപയോഗിക്കുക. അവർ തന്നെയാണ് ഞാൻ എന്റെ മകന്റെ പേര് ആഷിഖ് എന്ന് പേര്. ഈ നാട്ടിൽ താടി വളർത്തിയാലും മുടി വളർത്തിയാലും ഏതെങ്കിലും പ്രത്യേകമായ നാമം ഉണ്ടായാലും ആ നാമത്തിന്റെ പേരിൽ തീവ്രവാദവും ഭീകരവാദവും പറയുന്ന ലോകത്തിന് മുന്നിൽ ഹേ മനുഷ്യ എന്ന സംബോധനയോടുകൂടിയാണ് വിശുദ്ധ ഖുർആൻ അരുൾ ചെയ്തിരിക്കുന്നത്. അത് ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഈ ഭൂമിയിൽ ജനിച്ചവർക്കും ജീവിച്ചവർക്കും മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തെ എല്ലാത്തിനും വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ ഉള്ള ഒരു ശ്രമം. അതായത് ഖുർആൻ ഇറങ്ങിയത് മനുഷ്യന് വേണ്ടിയാണെന്നാ ഖുർആൻ പറയുന്നത്. അപ്പോ TN പ്രതാപൻ മനുഷ്യന് വേണ്ടി മാത്രമല്ല, കല്ലിനും മണ്ണിനും ഉറുമ്പിനും പറവകൾക്കും മൃഗങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുവരെ കക്ഷി താടി വടിക്കാത്തത് കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടോ താടി വേറെ വരത്തില്ല എന്ന് പേടിച്ചിട്ടോ അല്ല, മറിച്ച് മുസ്ലിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് മോൻ ആഷിഖ് എന്ന് പേരിട്ടത്. അല്ല, മുസ്ലിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിൽ പൊന്നാനി പോയിട്ട് അറ്റം വെട്ടി തൊപ്പിയല്ലേ ഇടേണ്ടത്? മോനും അത് തന്നെയല്ലേ ചെയ്തു കൊടുക്കേണ്ടത്? അല്ല, ഇത് വെട്ടിയിട്ടുണ്ടാവും സംശയം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് തെളിവൊന്നുമില്ല വെട്ടിയിട്ടുണ്ടാവുന്നു. അതെ അതെ. അപ്പോ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാവുന്നതിന്റെ സൂപ്പർലേറ്റിക് വേർഷൻ ആണിത്. കക്ഷി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പറഞ്ഞത്. പിന്നെ നോമ്പ്, കൂട്ടുകാരൻ പട്ടിണി കിടക്കുന്നത് കൊണ്ട് ഇയാൾ എനിക്ക് കഞ്ഞി വേണ്ട എന്ന് പറഞ്ഞല്ലോ. ഈ പട്ടിണിയുടെ വില അറിയാൻ അതിനു വേണ്ടിയിട്ടാണ് നോമ്പ് പിടിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മാതാപിതാക്കളില്ലാത്ത വിഷമം അറിയാൻ മാതാപിതാക്കളെ കൊല്ലുവോ? വസ്ത്രമില്ലാത്തവരുടെ പ്രയാസം അറിയാൻ നമ്മളും തുണി ഉരിഞ്ഞിട്ട് ഓടുവോ? ക്യാൻസർ പേഷ്യന്റിന്റെ വേദന അറിയാൻ നമ്മൾ എന്ത് ചെയ്യും? അനാഥമാക്കപ്പെട്ട മക്കളുടെ വേദന അറിയാൻ എന്ത് ചെയ്യും? സത്യത്തിൽ ബൈജു, ഇസ്ലാമിലെ നോമ്പി നമ്മൾ കാണുന്നത് പോലെ 15 16 മണിക്കൂർ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വെച്ചിട്ട് അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കലൊന്നും അല്ല. ഒരു 5 പേരുടെ പട്ടിണി മാറ്റാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ സല്യൂട്ട് അടിക്കും. ശരിയല്ലേ? ഒരു 5 പേരുടെ പട്ടിണി ഓരോരുത്തർ വീതം മാറ്റാൻ തുടങ്ങിയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ദാരിദ്ര്യം ഇല്ലാതാകത്തില്ലേ? ഇത് നമ്മൾ തന്നെ വച്ചുണ്ടാക്കുന്നു. കുറച്ചു നേരത്തേക്ക് നമ്മൾ അതങ്ങോട്ട് ഉപേക്ഷിക്കുന്നു, നമ്മളത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോ TN പ്രതാപനും അങ്ങനെ ഇരുന്നെന്ന്, അങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളിൽ ഒരാളാണ് എന്ന് സങ്കല്പിച്ച്
എനിക്ക് നിങ്ങൾ വോട്ട് തന്ന് വിജയിപ്പിക്കണേ എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? എന്തായാലും ശരീഅത്ത് നിയമത്തിൽ തന്നെ ആ ശരീഅത്ത് നിയമം തന്നെ ഇവിടെ കൊണ്ടുവരാൻ, അതല്ലെങ്കിൽ അതിനോട് തുല്യതയുള്ള ഏകീകൃത നിയമം ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് തന്നെയാണ് ഇവിടെ വേണ്ടത്. കയ്യിന് കൈ, കാലിന് കാല്, ഈ പറയുന്ന തലയ്ക്ക് തല, ഏത് രീതിയിലാണോ ശരീരത്തിൽ പറയുന്നത് അതേ രീതിയിൽ തന്നെ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് കൂടി സുരക്ഷിതമാവുക എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇവിടെ ഇത്ര കണ്ട് ഇസ്ലാമിക ഭീകരന്മാർ പെരുകി നമുക്കറിയാം. നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി വരാൻ പോകുന്നത് വീരസവർക്കർ പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള ഇവിടത്തെ ഈ മതവർഗീയവാദികൾ തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ഉള്ളിലുള്ള ശത്രുക്കളെ മെരുക്കാൻ നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുന്നവൻ തന്നെ നമ്മുടെ ശത്രു ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മൾക്ക് ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ട് തന്നെ ആ സമയം പിടിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപേ കണ്ടിട്ടുള്ള ചരിത്രകാരന്മാർ, നമ്മുടെ പിതാമഹന്മാർ, അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കേണ്ടത് ഈ പറയുന്ന സൗദി, ഖത്തറും ഒക്കെ നടപ്പിലാക്കുന്ന വധശിക്ഷ പോലെയുള്ള കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാവട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മറ്റു രക്ഷയില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. എന്തായാലും ഈ ഒരു സെഷൻ തൽക്കാലം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ചെറിയ ഓക്കെ പറയൂ. സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നത് പൊതു സിവിൽ കോഡാണ്. അത് തന്നെയാണ് ഇവർക്ക് ഏറ്റവും വലിയ വിഷമവും. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണോ ഇവർക്ക് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയിട്ടുള്ളത് അതെല്ലാം നടപ്പിലാക്കി കാണിച്ചു. ഒന്നും വെറും വാക്കായിരുന്നില്ല. മുസ്ലിങ്ങൾക്കൊരു നിയമം, ഹിന്ദുക്കൾക്കൊരു നിയമം, ക്രിസ്ത്യാനികൾക്കൊരു നിയമം, അതല്ല വേണ്ടത്. ജനാധിപത്യ ഭരണഘടനാ സംവിധാനത്തിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒരുപോലെ തുല്യരാണ്. നമ്മുടെ രാജ്യം മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വത്തെ പ്രദാനം ചെയ്യുന്ന നാടാണ്. അതുകൊണ്ട് ഈ മതേതര രാജ്യത്ത് ഒരു പ്രത്യേക മതത്തിനു മാത്രം പ്രധാനമായിട്ടും ഒരു പ്രിവിലേജും ആവശ്യമില്ല. ഇതിനെല്ലാം ഒത്തിണങ്ങി വളരെ ചുരുങ്ങിയ മറുപടി നമ്മുടെ സുരേഷ് ഗോപി സർ പറയുന്നു. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ, അത് നടപ്പിലാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അതല്ലേ? അത് സംഭവിച്ചു. ഇതാണ് ഇദ്ദേഹം നൽകുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. എല്ലാവർക്കും ക്രിമിനൽ നിയമങ്ങൾ ഒരുപോലെ ഏകീകരിച്ച സ്ഥിതിക്ക് സിവിൽ നിയമങ്ങളും ഏകീകരിക്കണം. യഥേഷ്ടം കെട്ടാനും ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കാനും, അങ്ങനെ നാഥനില്ല കളരിയിൽ വളരുന്ന മക്കൾ നാളെ ഭീകരവാദിയും തീവ്രവാദിയും ഗുണ്ടയും ഒക്കെ ആയി മാറാനും, അനാഥാലയങ്ങളിൽ ഒടുക്കപ്പെട്ട ബാല്യങ്ങളാകാതിരിക്കാനും വേണ്ടത് കൃത്യമായ രൂപത്തിൽ ട്രെയിനിങ്ങോടുകൂടി മാതാപിതാക്കൾ വളർത്തുന്ന മക്കളാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് ഒന്നും ചൊല്ലി, രണ്ടും ചൊല്ലി, മൂന്നും ചൊല്ലി ഒരു കിളുന്തിനെ കാണുമ്പോൾ വീട്ടിലുള്ളവൾ അത്ര പോരാ എന്ന് തോന്നി ഒഴിവാക്കി പോകാൻ പറ്റില്ല. ഇഷ്ടംപോലെ കെട്ടാനും വാഴിക്കാൻ. നമ്മുടെ അലിയാർ കാസിമി ഉണ്ട്, ഒരു വീഡിയോയിൽ പറയുന്നു, നമ്മുടെ സർക്കാരിന് പുതിയ നിയമം വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അതായത് 21 ആകണം പോലും വയസ്സ് കെട്ടിക്കാൻ, മൂക്കണം പോലും. ആലോചിക്കണം. മുസ്ലിം കുടുംബങ്ങളിലെ പെൺകുട്ടികളെ കുറിച്ച് ആ മാതാപിതാക്കൾക്ക് പോലും ഇല്ലാത്ത കരുതലാണ് ഭരണാധികാരിയായ നരേന്ദ്രമോദിക്കുള്ളത്. പെൺകുട്ടികൾ അവരുടെ വീടുകളിൽ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, അവരെ നിരാലംബയായി നിസ്സഹായരായി തന്തയില്ലാത്ത മക്കളെയും വളർത്തി തൊലാക്ക് ചെയ്യപ്പെട്ടു വീടുകളിൽ വന്നിരിക്കാതിരിക്കണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം വേണം, അവർക്ക് സ്വയം പര്യാപ്തത വേണം, അവര് ഫിനാൻഷ്യലി ഫ്രീഡം നേടണം, എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയും അവർക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകത്തക്ക രൂപത്തിൽ പ്രായവും പക്വതയും അനുഭവ സമ്പത്തും ഉണ്ടായിട്ടു മതി പെൺകുട്ടികൾ വിവാഹിതരാകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മറ്റെല്ലാ മതസ്ഥരും അതേ സെൻസിൽ അതിനെ എടുത്തപ്പോൾ ഇവർക്ക് മൂത്തില്ല പോലും. ബൈജു, ഞാൻ ഒരു കാര്യവും കൂടി പറയാം. നമ്മൾ ഇനിയും സമീപ ഭാവിയിൽ കാണാൻ പോകുന്നത് LKG UKG. ഇപ്പൊ നമ്മുടെ ശിവനെണ്ണം വന്നിട്ട് 5 വയസ്സ് മതി 1ാം ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. LKG UKG 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പച്ച കൊടിയും പിടിച്ച് പച്ച മുട്ടാക്കുമിട്ട്, അതല്ലെങ്കിൽ കറുത്ത ചാക്കിനകത്ത് ഇറങ്ങി നിന്ന് നമ്മുടെ നാട്ടിൽ വലിയ ഒരു ധർണയ്ക്ക് ഉടനെ തന്നെ സാക്ഷ്യം. അവര് വിളിക്കുന്ന മുദ്രാവാക്യം ഇതായിരിക്കും: 6ാമത്തെ വയസ്സിൽ
ഭാര്യയാകാനുള്ള ഞങ്ങളുടെ അവകാശത്തെ തടസ്സപ്പെടുത്താൻ നരേന്ദ്രമോദി സർക്കാർ ആരാണ്? ഞങ്ങളുടെ പ്രവാചകന്റെ പ്രിയ പത്നിയായ ആയിഷ. പ്രവാചകൻ 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സുകാരിയായ ആയിഷയ്ക്ക് ഭാര്യയാകാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കാകാൻ പാടില്ല എന്ന് LKG കുട്ടികളും UKG കുട്ടികളും പൊതുനിരത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന സമയം അതിക്രമിച്ചിട്ടില്ല. യെസ്, എന്തായാലും അതൊന്നും കാണാനുള്ള യോഗം ഉണ്ടാവാതിരിക്കട്ടെ, വിധിയില്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമേ സാധ്യമായിട്ടുള്ളൂ. കാരണം അത്തരം തരത്തിലേക്ക് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥിതിഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സെഷൻ ഗംഭീരമായി തന്നെ ഈ ചൊറിയാതെ വയ്യ പൂർത്തീകരിക്കാനായി എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. ഇനി നാളെ ഒരു ഗംഭീര വിഷയവുമായി കറക്റ്റ് ടൈം കൃത്യം സമയം 8 മണിക്ക് തന്നെ വീണ്ടും നമ്മൾ ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാമുമായി വരും. അതുവരെ നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ശുഭരാത്രി, ശുഭദിനം, ശുഭരാത്രി, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.